നമസ്കാരം, എല്ലാവർക്കും ബിന്ദുസ് ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ റെഡിയാവുന്ന സീനൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ഒരു 4:15 ആയിട്ടുണ്ടാവും. അപ്പം വൈകുന്നേരത്തേക്ക് 5 മണിക്ക് കണ്ണൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമ കാണാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഒരു തോന്നലുണ്ട്, എന്താണ് ഞാൻ നാട്ടിൽ പോകുമ്പോഴേ വ്ളോഗൊക്കെ എടുക്കാറുള്ളൂ എന്ന്. കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ പോകുമ്പോഴല്ലേ അവിടെ കുറേ പേര് മനുഷ്യന്മാരുണ്ടാകും. സംസാരങ്ങളും കാര്യങ്ങളും പ്രവർത്തികളും ഒക്കെ കൂടുതലുള്ളത് നാട്ടിൽ പോകുമ്പോഴാണ്. ഇവിടെ ഞാനും കണ്ണനും മാത്രമല്ലേ ഉള്ളൂ. സ്ഥിരം ഒരേ കാഴ്ചകളും ഒരേ പ്രവൃത്തികളും ഒക്കെ. അതായത് എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, പണികൾ കഴിയുന്നു, ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു. ഇത്തരം കാര്യങ്ങൾ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. നാട്ടിലാണല്ലോ പല പല കാഴ്ചകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അവിടെ നാട്ടിൽ പോകുമ്പോൾ വ്ളോഗ് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റാണ്. അല്ലാതെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്തു തരാനൊന്നും വേറെ ആരും ഇല്ലല്ലോ, ഞാൻ തന്നെയല്ലേ എടുക്കേണ്ടത്. അപ്പോൾ അതൊരു മാറ്ററും കൂടെയാണ്. അവിടെ ആകുമ്പോൾ എനിക്ക് പണിയൊന്നുമില്ല, ഇതൊക്കെ എടുത്തുകൊണ്ടെങ്കിൽ ഇരുന്നാൽ മതിയല്ലോ. ഇവിടെ ആകുമ്പോൾ എനിക്ക് പണിയുണ്ടല്ലോ. പണിയെടുക്കുമ്പോൾ ഓഫീസിൽ പോകുന്ന ടൈമിൽ പോകണമെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഇവിടെ ആകുമ്പം സൺഡേ മാത്രമായിരിക്കും കുറച്ച് നേരം ഉണ്ടാകുക. അങ്ങനെ ഞങ്ങൾ ഇന്ന് വൈകുന്നേരം സിനിമ കാണാൻ വന്നിരിക്കുന്ന സ്ഥലം ഏതാണ്? ഷേണായ്സാണ്. ഞങ്ങൾ ആക്ച്വലി ബാക്കിൽ കൂടെയാണ് തിയേറ്ററിനുള്ളിൽ കയറിയത്. അതുകൊണ്ട് ഫ്രണ്ട് വ്യൂ നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തുള്ള കോമഡി ഏതാണെന്ന്, 5 മണിക്കാണ് പടം തുടങ്ങുന്നത്. ഞങ്ങളിവിടെ എത്തിയത് കറക്റ്റ് 5 മണിക്ക്. ഷാർപ്പ് 5 മണിക്കാണ് തിയേറ്ററിൽ എത്തിയത്. അവിടെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്ക്രീനിൽ കാണാൻ പറ്റും. അവിടെ എഴുതി കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. പണ്ടത്തെ പോലെ ജനഗണമനയൊന്നും ഇല്ലല്ലോ. സ്ക്രീനിൽ കണ്ടില്ല എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല തിയേറ്ററാട്ടോ. പണ്ട് തൊട്ടേ ഷേണായ്സ് നല്ല സൂപ്പർ തിയേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിനെക്കുറിച്ച് സൂപ്പർ അഭിപ്രായം അല്ലാതെ വേറൊന്നുമില്ല. ഞങ്ങൾ സീറ്റിംഗ് ആയി. എഴുതി കാണിച്ചു. ഞങ്ങൾ കാണാൻ പോകുന്ന സിനിമയാണ് പൊന്മാൻ. ഓക്കെ, അങ്ങനെ കറക്റ്റ് 5:01 ആയപ്പോൾ സീറ്റിലായി. സിനിമ തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്നൊരു കർമ്മമാണല്ലോ ഇൻ്റർവെല്ലാകുമ്പം ഉണ്ടാകുന്നൊരു കർമ്മമാണല്ലോ എന്താണ്, പെപ്സി ആൻഡ് പോപ്കോൺ. പെപ്സി കണ്ണേ കഴിച്ചോളൂ കേട്ടോ. പെപ്സി അല്ല, കൊക്കോക്കോള തോന്നുന്നു. ഞാൻ വാങ്ങിച്ചില്ല. അങ്ങനെ പോപ്കോണും കൊക്കോക്കോളയായിട്ട് ഞങ്ങളങ്ങ് ഇൻ്റർവെൽ ആഘോഷിച്ചു. അത് സിനിമ കഴിഞ്ഞു. പക്ഷേ ഇനി സിനിമയെക്കുറിച്ചുള്ള റിവ്യൂ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. സൂപ്പർ സിനിമയാണ് കേട്ടോ. എല്ലാവരും പോയി കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം. സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് MG റോഡിൽ തന്നെ ഉള്ളൊരു താലെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. MG റോഡിൽ ഏത് ഹോട്ടലിൽ പോയാലും മുടുക്കത്തെ റേറ്റാണ്. ഇത് ഞാൻ നേരത്തെ ഈ താലെന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റേറ്റൊക്കെ റീസണബിളാണ്. എന്ന് വെച്ചാൽ തീരെ ഇല്ലെന്നല്ല, റീസണബിളാണ്. അപ്പം നമുക്ക് സാധാരണ എനിക്ക് MG റോഡിൽ വേറെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടൊക്കെ നല്ല ഒരു ചപ്പാത്തിക്കൊക്കെ 25-30 രൂപ വെച്ച് റേറ്റ് എടുത്ത കടകളൊക്കെ ഉണ്ട് കേട്ടോ. ആ രീതി വെച്ച് നോക്കുമ്പം ഈ താലെന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് വളരെ റീസണബിളാണ്. വെറൈറ്റി ഫുഡുകളും ഉണ്ട്. ഇവർക്ക് ബ്രാഞ്ചസ് പലയിടത്തും ഉണ്ട്. എടപ്പള്ളിയിലുണ്ട്, ആലുവയുണ്ട്, കാക്കനാടുണ്ട്, അങ്ങനെ പലയിടത്തും ബ്രാഞ്ചസും ഉണ്ട്. പക്ഷേ അതധികം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായിട്ട് ഹൈ റേറ്റിൽ പോകില്ല. റീസണബിൾ റേറ്റാണ്. ഇരിക്കാനൊക്കെ നല്ല സീറ്റിംഗ് ഒക്കെയാണ്. സീറ്റിംഗ് അല്ല, സത്യത്തിൽ നല്ല അറേഞ്ച്മെൻ്റ് ഒക്കെയാണ്. നല്ല എൻവയോൺമെൻറ്റാണ്. കുഴപ്പമില്ല, നല്ല ഒരു ഹോട്ടലാണ് കേട്ടോ. MG റോഡിൽ പോകുന്നവർക്ക് താല് ചൂസ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഭക്ഷണവും അധികം പ്രശ്നമുള്ള ഭക്ഷണങ്ങളൊന്നുമല്ല, നല്ല ഭക്ഷണം തന്നെയായിരുന്നു. എനിക്കതിനകത്ത് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും റെക്കമെൻഡ് ചെയ്യുന്നു MG റോഡിൽ താല്. നമ്മൾ ഓർഡർ ഫോമൊക്കെ നോക്കി, എന്നിട്ട് ഞങ്ങൾ 2 കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം കൊണ്ടുവരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വക കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുത്ത പിന്നെ മൊബൈലിൽ തന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഇതൊന്നും അറിയുന്നില്ല. അപ്പം ഞങ്ങളുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ബിരിയാണി, പിന്നെയോ അൽഫാം. അതിൻ്റെ കളറ് കാണാൻ നല്ല രസമുണ്ട്. ചിക്കൻ കരിഞ്ഞ് മുളക് അങ്ങനെയൊക്കെ കളർ കാണാൻ. കരിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ മുളക് തേച്ചിരിക്കുന്ന പോലെ തോന്നുന്നില്ലേ? നല്ലതാണെന്നാണ് കണ്ണൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ അതങ്ങ് ഫിനിഷ് ചെയ്തു. പുതിയ തലമുറയുടെ വക്താക്കൾ കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ മൊബൈൽ, റൈറ്റ് സൈഡിൽ ഭക്ഷണം കഴിക്കും. അവരുടെ ടിഷ്യൂ പേപ്പറിനകത്ത് താൽ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്
തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ കണ്ണന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴവൻ പറഞ്ഞത് അതിന് അവൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരുന്ന അങ്ങേരങ്ങാണ്ട് തിയേറ്ററിൽ ഇരുന്ന മനുഷ്യൻ വെള്ളം അടിച്ചിട്ട് ഭയങ്കര സ്മെല്ലായിരുന്നു എന്ന് പറയുന്നത്. അവൻ പറയാം, ഇയാൾക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ തന്നെ വെള്ളം അടിക്കണം, അതൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വീട്ടിൽ 2 അടിച്ചിട്ട് കയറി കിടന്ന് ഉറങ്ങാനുള്ളതിന് എന്ത് ദുഷ്ടനാണ്, ഏതോ ചാണാപ്പിളി സാധനം മാക്കം അടിച്ചെന്നൊക്കെയാണ് അവൻ പറയുന്നത്. ഭയങ്കര മണമാണ്. പക്ഷേ എനിക്ക് സ്മെല്ല് ചെയ്തില്ല, അവൻ്റെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. അവൻ പറയാം ഛർദ്ദിക്കാൻ വരുന്ന രീതിയിൽ മണമെന്നാണ് കണ്ണൻ്റെ അഭിപ്രായം. അപ്പം നിനക്ക് മാറിയിരിക്കും. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നിനക്ക് അയാൾക്ക് മാറിയിരിക്കാൻ പറഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നത്, അങ്ങനെ സീറ്റ് നമ്പർ കിട്ടിയ ഒരാൾ മാറിയിരിക്കുന്നത് എങ്ങനെയാണ്. പിന്നെ അങ്ങ് സഹിച്ച് അവൻ അവിടെ ഇരുന്നെന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുട്ടത്തല്ല കേട്ടോ, ഒരു 7:30 7:45 ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി. അങ്ങനെ സൺഡേ ഞങ്ങളങ്ങ് അവസാനിപ്പിച്ചു. പകലന്തിയോളം ജോലിയൊക്കെ ആയിരുന്നു. വൈകുന്നേരം അങ്ങനെ എൻജോയ് ചെയ്ത് ഞങ്ങൾ തിയേറ്ററിൽ പോയി സിനിമയും കണ്ട് തിരിച്ചു വന്നു. ഓക്കെ, ബൈ.